ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലോടുകൂടിയാണ് ദുരൂഹ മരണങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത്. CBIയിൽ നിന്ന് വിരമിച്ച സുജാത എന്ന വീട്ടമ്മയാണ് മകളെ കാണാതായ സംഭവത്തിൽ പരാതിയുമായി ദക്ഷിണ കന്നഡ SP-യെ സമീപിച്ചത്. 2003 കോളേജിൽ നിന്നുള്ള വിനോദയാത്രയുടെ ഭാഗമായാണ് അനന്യ ഭട്ട് എന്ന പെൺകുട്ടി ധർമ്മസ്ഥലയിലെത്തുന്നത്. എന്നാൽ ഇതിനുശേഷം കുട്ടിയെ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. അന്ന് ക്ഷേത്രം അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും അധികാരികളുടെ ഭാഗത്ത് നിന്ന് മോശം പ്രതികരണമാണ് ഉണ്ടായത്. തുടർന്ന് ക്ഷേത്രത്തിനു മുന്നിൽ കരഞ്ഞുകൊണ്ടിരുന്ന സുജാതയെ 4 പേർ ചേർന്ന് വിളിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. മകളുടെ ശേഷിപ്പുകൾ വെച്ച് അന്ത്യകർമ്മങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹത്താലാണ് ഇപ്പോൾ പരാതി നൽകിയതെന്നും സുജാത പറയുന്നു. 1996 മുതൽ 2014 വരെ നിരവധി പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ മറവു ചെയ്യേണ്ടി വന്നുവെന്ന് മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് പുതിയ പരാതികൾ വരുന്നത്. ദുരൂഹത നീക്കാൻ പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ തൊഴിലാളിയുടെ അഭിഭാഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷയത്തിൽ ഇതുവരെ ക്ഷേത്രം അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ പ്രതികരണം വന്നിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.